ജെബിക്സ് ഓഡിയോ ഒരുക്കുന്നു നിങ്ങൾക്കായി ഓണസമ്മാനം. ഈ ഒരു സമ്മാനത്തിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് കൂടെ ചെയ്യുക. കമന്റ് ബോക്സിൽ നിന്നും ഒരാളെ നറുക്കിട്ടെടുത്ത് ഈ ഒരു സമ്മാനം അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഈ മാസം 31-ാം തീയതി വരെയാണ് ഈ ഒരു സമ്മാനത്തിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുകൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഭാഗ്യവാനെ ഭാഗ്യവതിയെ കാത്തിരിക്കുന്നു ജെബിക്സ് ഓഡിയോയുടെ അടിപൊളി കരോക്കെ സിംഗിങ് റെക്കോർഡിംഗ് ഡിവൈസ്. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഓണാരം ചാത്തിയ കണ്ണി പൂമകൾ വേണം, അഴകാപുരിയിൽ അഴകിൻ വനിയിൽ ഒരു നാൾ ഞാൻ വരും. തൂവാനം ഒരു പാലാഴി, പൂന്തിങ്കൾ നറുപൂന്തോണി, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. നമസ്കാരം, ഫൈറ്റർ മെക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റായ ജെബിക്സ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ചില ആപ്പുകൾ, നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ചില ആപ്പുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓഡിയോ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന 2-3 ആപ്പുകളെ കുറിച്ച് പറയാം. അപ്പോൾ അത് എങ്ങനെ അതിൽ നല്ല ക്വാളിറ്റിയിൽ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ജെബിക്സ് ഓഡിയോ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി വീട്ടിലിരുന്നുകൊണ്ട് പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിൽ കിടക്കാം. ഇവിടെ പ്ലേ സ്റ്റോർ നമ്മൾ ഓൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ലെക്സിസ് ഓഡിയോ എഡിറ്റർ എന്ന് സെർച്ച് ചെയ്യുക. താഴെ ഞാൻ മുമ്പ് സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ലെക്സിസ് ഓഡിയോ എഡിറ്റർ. ഇത് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചില പെർമിഷൻസ് കൊടുക്കണം. അലോ കൊടുക്കുക. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ ഇങ്ങനെ തിരിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ലെക്സിസ് ഓഡിയോ എഡിറ്റർ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ പാടാനായിട്ട് ഞാനിവിടെ എടുത്തുള്ളത് ജെബിക്സ് ഓഡിയോയുടെ ബേസിക് മോഡലാണ്. നമ്മൾ മൈക്ക് കണക്ട് ചെയ്തു, സിസ്റ്റം ഓൺ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു, നമ്മുടെ റെക്കോർഡിംഗ് കേബിൾ ഇവിടെ കണക്ട് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഓഡിയോ ലെവൽ മീറ്റർ കാണാം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെക്കോർഡിംഗ് വോളിയം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു ആപ്പിലും നമുക്ക് അങ്ങനെ റെക്കോർഡിംഗ് വോളിയം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ ഒരു ആപ്പിൽ മാത്രമാണ് നമുക്ക് റെക്കോർഡിംഗ് വോളിയം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓഡിയോ കൊടുത്തു നോക്കാം. ഇവിടെ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. നമ്മുടെ സിസ്റ്റം ഓൾറെഡി ബ്ലൂടൂത്തിലാണ് ഓൺ ചെയ്തപ്പോൾ തന്നെ കിടക്കുന്നത്. നമ്മൾ ആൾറെഡി മുന്നേ കണക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു കരോക്കെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കരോക്കെ പ്ലേ ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് കുറച്ച് ഭാഗം ഒന്ന് പാടി നോക്കാം. ഒരു 70% വോളിയം ഒരു 70% ആക്കിയ ശേഷം നമ്മുടെ വോളിയം, നമ്മുടെ വോക്കലും മ്യൂസിക്കും കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈക്ക് ഓൺ ചെയ്യുക. ഹലോ. തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ. ഇപ്പോൾ നമ്മുടെ വോക്കലും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് കരോക്കെയും നമ്മുടെ വോക്കലും കറക്റ്റാണ്. ഒരു 70% ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, മൊബൈലിൻ്റെ കരോക്കെ കൊടുത്തിരിക്കുന്ന മൊബൈലിൻ്റെ വോളിയം. ഇനി അടുത്ത് നമുക്ക് റെക്കോർഡിംഗ് വോളിയം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മ്യൂസിക് കൊടുക്കാം, വോളിയം കുറച്ച് വയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഓഡിയോ ലെവൽ മീറ്റർ അത് നമുക്ക് ഇവിടെ ഈ ഒരു കൺട്രോൾ റെക്കോർഡിംഗ് വോളിയം നീക്കുന്നതനുസരിച്ച് കൂടുന്നത് കാണാം. ഇതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റത്തെ റെഡ് LED കത്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇത് കത്തി നിൽക്കുന്നു, അപ്പോൾ ഓവർ സൗണ്ട് ആയിരിക്കും. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോളിയം സൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്കിങ്ങനെ മിന്നി കത്താനേ പാടുള്ളൂ. അതായത് ലാസ്റ്റത്തെ റെഡ് LED ഇങ്ങനെ മിന്നി കത്താനേ പാടുള്ളൂ. ഏകദേശം ഒരു 3 dB മുതൽ ഒരു 8 dBക്ക് അകത്തായിരിക്കും അതിൻ്റെ ഒരു വോളിയം വരുന്നത്.
അപ്പോൾ ഞാനിവിടെ ഒരു 7 dB വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വോക്കലും കൂടെ ഒന്ന് പാടി നോക്കുമ്പോൾ നമുക്കത് എത്ര എന്ന് കാണാൻ സാധിക്കും. ഹലോ 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 ഹലോ. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വോക്കലും കൂടെ വരുന്ന സമയത്ത് അത് ഓവർ വോളിയം ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കുറച്ചുകൂടെ നമുക്ക് വോളിയം കുറച്ച് വെക്കാം. ഒരു 6 dB ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പാടി നോക്കാം. ഇവിടെ നമ്മൾ കരോക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കരോക്കെ കൊടുത്തു, കരോക്കെ പ്ലേ ചെയ്തു. ഇവിടെ നമ്മൾ റെക്കോർഡ് പ്രസ് ചെയ്തു. ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ഒരു ആൾറെഡി ഒരു ഫയൽ ഉള്ളതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണോ സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിത് ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാടി നോക്കാം. തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ. അപ്പോൾ ഇത് നമ്മളിവിടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത ഫയൽ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിവിടെ റെക്കോർഡിംഗ് കേബിൾ റിമൂവ് ചെയ്യുക. പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ. അപ്പോൾ ഇത് നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കാം. മുകളിൽ സേവ് എന്ന ഓപ്ഷൻ കാണാം. സേവ് കൊടുത്ത ശേഷം ഇവിടെ ഫയലിന് റീനെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫയൽ ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ MP3, വേവ്, ഫ്ലാക്ക്, M4A എന്ന് കുറേ ഫയലുകൾ കാണാം. ഇതിൽ നമുക്ക് വേവ് ഫയലോ അല്ലെങ്കിൽ M4A ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. MP3 അതുപോലെ ഫ്ലാക്ക് എല്ലാം പെയ്ഡാണ്. അപ്പോൾ ഇത് പെയ്ഡ് ഇപ്പോൾ ആണെങ്കിലും വലിയൊരു എമൗണ്ട് വരുന്നില്ല. എന്നാലും നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഒരു വർഷത്തേക്ക് വളരെ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എങ്കിലും ഇപ്പോൾ M4A സെലക്ട് ചെയ്താലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഏകദേശം ഒരു പാട്ട് 10 MB സൈസിലൊക്കെ ഉണ്ടാവും. മോശമല്ലാത്തൊരു ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് കൂടുതൽ സൈസ് വേണമെങ്കിൽ വേവ് ഫയൽ സെലക്ട് ചെയ്താൽ മതി. വേവ് ഫയൽ ആണെങ്കിൽ ഫ്രീ ആണ്. അത്യാവശ്യം അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഫയലായിരിക്കും. ഒരു പാട്ട് ഏകദേശം ഒരു 50 MB സൈസൊക്കെ കാണും. കൂടുതൽ ക്വാളിറ്റി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ M4A തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇവിടെ റീനെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം. സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫയൽ നമ്മുടെ മെമ്മറി കാർഡിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തൊരു ആപ്പ് കൂടെ പരിചയപ്പെടുത്താം. ഈ ആപ്പിൻ്റെ പേര് ഓഡിയോ റെക്കോർഡർ എന്നാണ്. ഇവിടെ പ്ലേ സ്റ്റോറിൽ ഓഡിയോ റെക്കോർഡർ എന്ന് സെർച്ച് ചെയ്യുക. ഓഡിയോ റെക്കോർഡർ എന്ന് താഴെ സെർച്ചിൽ വന്നിട്ടുണ്ട്. ഇതിവിടെ കുറേ ഓഡിയോ റെക്കോർഡറുകളാണ്. നമുക്ക് വേണ്ടത് ഇതിൽ ഈ ഒരു ഓഡിയോ റെക്കോർഡറാണ്. ഓഡിയോ റെക്കോർഡർ ഈ ഒരു ഐക്കൺ നോക്കി തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്ത് കുറേ വോയിസ് റെക്കോർഡ് കാണാം. പക്ഷേ ഇതിൻ്റെ പേര് ഓഡിയോ റെക്കോർഡർ എന്നാണ്. ഈ ഒരു ഓഡിയോ റെക്കോർഡർ ഞാൻ ആൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫയൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്നുള്ള സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ റെക്കോർഡിംഗ് ഫോർമാറ്റ്, ഇവിടെ നമുക്ക് 3 ഫയലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. M4A, വേവ്, 3 GB. തൽക്കാലം നമുക്ക് ഒരു കുറഞ്ഞ സൈസ് ലാഭിക്കാനായിട്ട് നമുക്ക് M4A സെലക്ട് ചെയ്തു. M4A മാക്സിമം സാമ്പിൾ റേറ്റ് കൊടുക്കുക, 48 kHz കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ബിറ്റ് റേറ്റ് കൊടുത്തിരിക്കുന്നത് മാക്സിമം 288 ആണ്. അത് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സ്റ്റീരിയോ മോണോ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയിൽ സെലക്ട് ചെയ്ത് വയ്ക്കുക. പുറകോട്ട് വരിക. ഇനി നമുക്ക് റെക്കോർഡിംഗ് കേബിൾ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. റെക്കോർഡിംഗ് കേബിൾ കണക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കരോക്കെ കൊടുത്തിരിക്കുന്ന മൊബൈലിൻ്റെ വോളിയം നമ്മൾ 70% സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ കൊടുത്തു. നമ്മളിവിടെ വോളിയം കൂട്ടി റെക്കോർഡ് പ്രസ് ചെയ്തു. ആയിക്കെടുത്തു. തീരം തേടുമ്പോഴും ദൈവഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാൻ ഇന്നു നിൽക്കാതെ പറഞ്ഞു, ഈ രാവിൽ നീ എന്നെ തൊട്ടുണർത്തി,
നിന്നങ്കുലികൾ ആണിക്കും ഞാനൊരു ചിത്രവിപഞ്ചികയാ. സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇവിടെ ഫിനിഷ് കൊടുക്കുക. ഇവിടെ നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. സേവ് കൊടുത്തു. ഇനി നമ്മൾ പാടിയ പാട്ട് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. റെക്കോർഡിംഗ് കേബിൾ റിമൂവ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് പാടിയ പാട്ട് ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ലിസ്റ്റ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാട്ടിലെ മുമ്പ് പാടി വെച്ച എല്ലാ ലിസ്റ്റുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓഡിയോ റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു റെക്കോർഡറാണിത്. ഒരു പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡറാണ്. ഇതും പെയ്ഡാണ്. ഇതും ഇതിൻ്റെ പെയ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഒരുപാട് അഡീഷണൽ സെറ്റപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. വളരെ 150 റുപ്പീസോ അങ്ങനെ എത്രയാണ് ഇതിൻ്റെ ഒരു വർഷത്തേക്ക് വരുന്നത്. ഇതും നല്ലൊരു ആപ്പ് തന്നെയാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്താലും നഷ്ടമൊന്നുമില്ല. നമുക്കിതിൽ MP3 ആയിട്ടും ഫ്ലാഗ് ഫയലായിട്ടൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തത് വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള, വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന 1-2 ആപ്പുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം. ഓപ്പൺ ക്യാമറ, പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. ഓപ്പൺ ക്യാമറ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ക്യാമറ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഇത് നമ്മൾ എനേബിൾ ചെയ്തു. നമ്മൾ ഇവിടെ റെക്കോർഡിംഗ് കേബിൾ നമ്മൾ കണക്ട് ചെയ്തു. റെക്കോർഡിംഗ് കേബിൾ നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു കരോക്കെ കൊടുത്തു. റെക്കോർഡിംഗ് ഓണാക്കി. മറ്റൊരു പാട്ട് കൂടെ നമുക്കൊന്ന് പാടി നോക്കാം. ഇവിടെ നമ്മൾ കരോക്കെ പ്ലേ ചെയ്തു. റെക്കോർഡ് പ്രസ് ചെയ്തു. റെക്കോർഡ് അമർത്തി. മൈക്കെടുത്തു. ഹലോ ഹലോ. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂനുള്ളിവാ. ഈ ഓപ്പൺ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തത് നമ്മൾ സാധാരണ നമ്മുടെ മെയിൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. നമ്മുടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് പാട്ട് കാണാം. ഇപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത ഫയലാണിത്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ റെക്കോർഡിംഗ് കേബിൾ റിമൂവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ബാക്ക് ക്യാമറ നമ്മുടെ നേരെ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫോണിൻ്റെയും ബാക്ക് ക്യാമറയൊക്കെ ക്ലാരിറ്റി കുറയും. ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറയാണ് ഏറ്റവും ക്വാളിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് നേരത്തെ പാടിയ പോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി അറിയാനായിട്ട് മാത്രം ഞാൻ കുറച്ച് പാട്ടുകൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൂടുതൽ പാടാൻ സാധിക്കില്ല. കുറച്ച് വരികൾ ഞാനിവിടെ പാടി ഇടാം.
അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അപ്പൊ നമ്മുടെ ഓണസമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ബോക്സിൽ നിന്നും ഒരാളെ നറുക്കിട്ടെടുത്ത് ഈ ഒരു സമ്മാനം നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ മാസം 31-ാം തീയതി വരെയാണ് ഈ ഒരു സമ്മാനത്തിന്റെ ടൈം വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഫൈറ്റർ മെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ബൈ.